Token number 0021. Token number 0022. Token number 0023. എടാ, നിന്റെ ആ മുറിവ് ഇതിലായിട്ട് മാറിയില്ലേ? ഇതിപ്പോൾ കുറേ കാലമായല്ലോ. എനിക്കിത് അത്ര ശരിയായിട്ടൊന്നും തോന്നുന്നില്ല. Token number 0025. Token number 0026. അതാ ഞാൻ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ശരി. Hey Harry, Yes. where is Rose? Oh, he's in the kitchen making something for you. ഓ ഓക്കെ, നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ സിദ്ധുവിനെ ഒന്ന് വിളിച്ചു നോക്കിയേ. ആ വന്നാ. എടാ, എത്ര നേരമായി നിന്നെ നോക്കി ഞങ്ങൾ ഇരിക്കാൻ തുടങ്ങിയിട്ട്? നീ ഇതുവരെ എവിടെയായിരുന്നു? നിനക്ക് ഇപ്പോഴാണ് 5 മണിയായത്? ഇതെന്താ? അതൊന്നുമില്ല. ആ നീ എത്തിയാ? നീ പറഞ്ഞ സാധനം സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ജ്യൂസ് കുടിച്ചിരിക്കും, ഞാൻ ഇപ്പോൾ വരാം. ഡാ, അവൻ എന്ത് സാധനം എടുക്കാൻ വേണ്ടിയാ പോയത്? അതൊരു മരുന്ന്. മരുന്നോ? എടാ, നിനക്കിതൊക്കെ നിർത്തിക്കൂടെ? കുറേ നാളായില്ലേ? എടാ എത്ര കാലമായി, സ്വന്തം ആരോഗ്യമെങ്കിലും നോക്ക്. നിനക്കിതൊന്നും മടുക്കുന്നില്ലേ? ഇവനെ പറഞ്ഞാൽ മതിയല്ലോ. നീ എന്തിനാ ഇതൊക്കെ അവനെ ഒപ്പിച്ചു കൊടുക്കാൻ നിൽക്കുന്നത്? അതെ, എനിക്ക് ആവശ്യമായിട്ടല്ല. ഇന്നലെ രാത്രി എനിക്ക് ഒരു സൗകര്യം തരാണ്ടാണ്. എന്ന് പറഞ്ഞ് നീ ഉടനെ ഒപ്പിച്ചു കൊടുത്തോ? ഇവൻ പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാവർക്കും അവരുടേതായ കാരണങ്ങളുണ്ടല്ലോ. സാധനത്ത് അകത്ത് വെക്ക്, ആൾക്കാർ ശ്രദ്ധിക്കുന്നു. നിന്റെ കാർഡെന്തോ ബ്ലോക്ക് ആയത് ശരിയായോ? അല്ല, പോണം. ഡാ, ഞാൻ വെറുതെ പറഞ്ഞാ. നിനക്കൊക്കെ എൻ്റെ വല്ല ആവശ്യമുണ്ടായോ? എടാ, ഇത് നമ്മൾ പറഞ്ഞതൊന്നുമല്ല പ്രശ്നം. വേറെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഞാൻ കുറച്ച് ആളായി അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. അവൻ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് നടക്കുന്നത്.
എന്താ ഫോൺ എടുക്കാത്ത? ഹലോ. ആ ഹലോ എടാ ഫിറോസേ, ഇത് ഞാനാ. ആ പറടാ. എടാ നമ്മുടെ സിദ്ധുവിനെ കുറിച്ച് വല്ല വിവരമുണ്ടോ? ഇല്ലടാ, 2-3 ദിവസമായി. ഞാൻ വിളിച്ചിട്ടും കിട്ടിയില്ല. ഞാനും കുറേ ട്രൈ ചെയ്ത് നോക്കിയാൽ ഫോൺ എടുക്കുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, പിന്നെ വിളി, ഞാൻ വർക്കില്ല. ആ ഓക്കെടാ, ശരി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. നിങ്ങൾ ആരെങ്കിലും സിദ്ധുവിനെ കണ്ടായിരുന്നോ? അവനെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ. അവിടെ ഞാൻ 1-2 പ്രാവശ്യം അവനെ വിളിച്ചിരുന്നു, പക്ഷെ ഒരു വിവരവും. ഞാനും അവനെ കുറേ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, പക്ഷെ ഞാൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവൻ്റെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സീനിയർ സ്റ്റാഫ് പറഞ്ഞേ അവ അവിടെ വന്നിട്ട് 2 ആഴ്ചയായിരുന്നു. ഇനി വല്ല നാട്ടിലും പോയി കാണൂ. അങ്ങനെ പോകാൻ വഴിയില്ല. ഏയ് നമ്മളോട് ആരോടും പറയാതെ അവനങ്ങനെ നാട്ടിൽ പോവോ? അവൻ ഓഫീസിലും ചെന്നിട്ടില്ല, നമ്മളാരെയും കോൺടാക്റ്റും ചെയ്തിട്ടില്ല. ഇനി വേറെ എന്തെങ്കിലും ചെയ്ത് പെട്ട് കാണൂ. എന്തായിരുന്നാലും നാളെ ഞാൻ ഓഫീസ് കഴിഞ്ഞ് ഒന്ന് പോയി നോക്കാം. ആ നോക്കുന്നത് നന്നായിരിക്കും.
ഇപ്പം ഇരുന്ന് കരഞ്ഞിട്ടെന്താ? നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ തന്നെയാ. നീ മാത്രമായിട്ട് വരുത്തി വെച്ചത്. ഇത് നീ തന്നെ വരുത്തി വെച്ചതാ. പോയി ചത്തൂടാടാ നിനക്ക്. നിനക്കിപ്പോൾ നന്നാവണമെന്ന് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷെ സമയം വളരെ വൈകിപ്പോയി. ഇനി നിന്റെ മുന്നിൽ ഒന്ന് മാത്രം, മരണം. മരണം നിന്നെ കാത്തിരിക്കുകയാണ്. മരണം നിന്നിലേക്ക് എത്തുന്നതിന് മുമ്പ് നിനക്കതിലേക്ക് പോയിക്കൂടെ? നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലോടാ നിനക്ക് ഈ അവസ്ഥ വന്നത്. അല്ലാതെ നിനക്ക് ആരും തന്നൊന്നുമല്ലല്ലോ. എന്റെ കുറ്റമല്ല, എന്റെ കുറ്റമല്ല. നിന്റെ കുത്തിക്കടപ്പിൽ നിന്ന് കിട്ടിയ സമ്മാനം ഇതല്ലേ ഇതല്ലേ നീ ഒന്നും വേണം, ഞാനെടുത്താവും. നീ അത് കത്തിച്ചോണ്ട് നിന്റെ പ്രശ്നം തീരുവോ? എനിക്കൊരു അവസരം എന്താ, ഞാൻ എന്ത് ചെയ്യാൻ? നിന്റെ ജീവിതം തീർന്നു. ചത്ത നീയായിട്ട് പോയാ. ഇത് ഇന്ന് അവസാനിക്കും. ഇത് കേൾക്കാൻ എനിക്ക് വയ്യ. സിദ്ധു, സിദ്ധു, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിക്കുന്നുണ്ടോ? എടാ, നീ ഭയങ്കര ടെൻസ്ഡാണ്. നീ കുറച്ചും കൂടെ റിലാക്സ് ചെയ്യാൻ ശ്രമിക്കണം. എങ്ങനെ റിലാക്സ് ചെയ്യാൻ? ആരെയും ഫേസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. എനിക്ക് പേടിയാവുന്നു ഡോക്ടർ. എടാ, ഞാൻ പറഞ്ഞില്ലേ സിദ്ധു, ഇതൊക്കെ നിനക്ക് തോന്നുന്നതാണ്. ഡോക്ടർ തന്നെ പറ, ഇങ്ങനൊരു അവസ്ഥയിൽ ഞാനിത് എന്ത് ചെയ്യാൻ? സിദ്ധു, HIV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HIV വൈറസ് ശരീരത്തിലുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ലാതെ ഇത് ലോകാവസാനമൊന്നുമല്ല. മാത്രമല്ല, ഇതുപോലെ HIV പേഷ്യൻ്റ് ആയിട്ടുള്ള എത്രയോ ആൾക്കാർ 10ഉം 15ഉം വർഷമൊക്കെ വളരെ നോർമലായിട്ട് ലൈഫ് ലീഡ് ചെയ്ത് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. വാ, നീ വന്നേ, എണീറ്റേ. ഡാ, ഇന്നു മുതൽ നിന്റെ ചിന്തകളും ശീലങ്ങളും ഒക്കെ മാറ്റിയെടുക്കണം. നിന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ നിൻ്റെ ഈ പ്രായത്തിലുള്ള എല്ലാ ചെറുപ്പക്കാരും ഇങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ സൂയിസൈഡിലോ അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസിലോ ഒക്കെയാണ് ചെന്നെത്തുക. ഇതൊന്നുമല്ല അതിൻ്റെ ശാശ്വത പരിഹാരം. കൂടെ നടക്കുന്നവർ വരെ ഇത് കേട്ട എന്നെ ഒറ്റപ്പെടുത്തും. ഞാൻ എങ്ങനെയാണ് സഹിക്കുക? എടാ, ഇതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണ്. നീ നിന്റെ കൂട്ടുകാരുടെ അടുത്ത് നിന്റെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അവരെന്തായാലും നിന്റെ ഒപ്പം നിൽക്കും. അതിനല്ലേ കൂട്ടുകാര്. എനിക്ക് എന്തുകൊണ്ടാണ് ഡോക്ടർ ഈ അസുഖം വന്ന്? ഒരു പ്രാവശ്യമെങ്കിലും നീ റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ HIV നിന്നെ ബാധിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നിനക്ക് മാത്രമല്ല, ഈ ലോകത്ത് എത്രയോ ലക്ഷം ആൾക്കാർക്ക് HIV ബാധിക്കുന്നുണ്ട്. അവരെല്ലാവരും ജീവിക്കുന്നില്ലേ? അതുപോലെ നിനക്കും പറ്റും. തെറ്റ് മനുഷ്യ സഹജമാണ്. ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ട് പോകേണ്ടവനാണ് നീ. ഒരു പ്രാവശ്യം വീണുപോയെന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറരുത്. ഞാനുണ്ട് നിന്റെ കൂടെ. മരണമെന്ന ഭയത്തിന് ഇനിയിവിടെ പ്രസക്തിയില്ല. തെറ്റ് മനുഷ്യ സഹജമാണ്. തെറ്റുപറ്റി എന്ന് പറഞ്ഞ് മുന്നോട്ടുള്ള ജീവിതം ശൂന്യമായി കൊള്ളണമെന്നില്ല. അത് തിരുത്തി ജീവിക്കുന്നവനെ ലോകമോർക്കൂ. ഇറ്റ്സ് നെവർ ആൻ എൻഡ് until you feel to give up. Be a survivor, not a victim.